യു ആർ അണ്ടർ അറസ്റ്റ് സുസ്മിത. എന്തിന്? ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിലൂടെ പോലീസിനെയും കോടതിയൊക്കെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിന്. നുണ പരിശോധനയ്ക്ക് നിന്നെ കൃത്യസമയത്ത് ഹാജരാക്കാനുള്ള ഒരു മുൻകരുതലെന്നും പറയാം. ഒന്നുകൂടി പറയാം സുസ്മിതെ, രോഹിത്തിന്റെയോ എന്റെ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കോ കാരണക്കാരി നീയാണെന്ന് തെളിഞ്ഞ ശിക്ഷ വിധിക്കുന്നത് തെളിവുകൾ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോടതിയായിരിക്കില്ല. ബോധ്യങ്ങളും ധാരണകളും വെച്ച് പ്രവർത്തിക്കുന്ന ഈ സത്യഭാമയുടെ കോടതിയായിരിക്കും. നടക്കടി. മാഡം, ഒരു മിനിറ്റ്. ഓർമ്മയുണ്ടോ സുസ്മിത ഈ നാണയം? ഈ മുറ്റത്ത് വെച്ച് നീ എനിക്ക് തന്നതാ. അതോടെ കൊണ്ടുവയ്ക്കോ, വഴിച്ചെലവിന് വെച്ചോ. സുസ്മിതേ, നീ തന്ന ഈ നാണയം ഞാൻ എടുക്കുക. ഒരിക്കൽ ഞാൻ നിനക്കിത് തിരിച്ചു തരും, വഴിച്ചെലവിന് തന്നെ. വഴിച്ചെലവിന് വെച്ചോ സുസ്മിതേ. ഇനി ഇങ്ങോട്ട് ഒരു മടങ്ങി വരവുണ്ടാവില്ല. പിടിച്ചു കയറ്റവളെ. അങ്ങനൊരു മാറാവ്യാധി ഒഴിഞ്ഞു കിട്ടി. കിട്ടുന്നില്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. അമ്മയാ. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഇവിടെ കുറച്ച് വിശേഷങ്ങളുണ്ടായി. മോളെ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ അമ്മേ? മോളെ, രോഹിത് ജീവനോടുണ്ട്. അവനെ ഞാൻ കണ്ടു. രോഹിത്? എന്താ? രോഹിത്തിനെ
അമ്മ കണ്ടൂന്ന്. സ്പീക്കറിലിട്ട് അമ്മേ, വിഷ്ണുവേട്ടനുണ്ട് അടുത്ത്. ഞാൻ ഫോണൊന്ന് സ്പീക്കറിലിടുക. ശാരദാമ്മ എവിടെ വെച്ച് രോഹിത്തിനെ കണ്ടെന്ന് പറഞ്ഞേ? ഞാന് ഷാരിയും കൊണ്ട് കണ്ണിന്റെ ചികിത്സയ്ക്ക് പോയ അടിവാര സെറ്റിൽമെന്റ് കോളനിയില്. രാജ്യമ്മയുടെ കുടിയിൽ തന്നെ മാസങ്ങളായി ചികിത്സയിൽ ഉണ്ടായിരുന്നു അവൻ. ഞാനിപ്പോഴാ കണ്ടതെന്ന് മാത്രം. അമ്മേ, രോഹിത്തിന്റെ അവസ്ഥ എന്താ? വീഴ്ചയില് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ രാജ്യമ്മയുടെ ചികിത്സയിൽ ഭേദമായി. പക്ഷെ ബോധം തെളിഞ്ഞത് കഴിഞ്ഞ ദിവസമാ. ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. പക്ഷെ പൂർണ്ണമായ ആരോഗ്യം കൈവന്നിട്ടില്ല മോളെ. അമ്മേ, എങ്ങനെയാ അപകടം ഉണ്ടായെന്ന് രോഹിത് പറഞ്ഞില്ലേ? നമ്മുടെ സംശയം ശരിയാ മോളെ. സുസ്മിത തന്നെയാ അവനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് കൊക്കയിലോട്ട് തള്ളിയിട്ടത്. അമ്മേ, രോഹിത്തിനെ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ എത്തിക്കണം. എന്നിട്ട് ആ സുസ്മിതയ്ക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക വേണം. മോളെ, അതിലൊരു പ്രശ്നമുണ്ട്. എന്താ അമ്മേ? അത് കണ്ടിട്ടുണ്ടോ അയാളെ? താങ്ക് യു ബോസ് സാറേ. അപ്പൊ രോഹിത്തിന്റെ മരണം നിയമത്തിന്റെ മൗനാനുവാദത്തിൽ. പോലീസ് എന്തിനാ അമ്മ രോഹിത്തിനെ കൊല്ലാൻ നടക്കുന്നേ? പോലീസല്ല, സുസ്മിത. അവൾക്ക് വേണ്ടി മറ്റുള്ളവർ കരുവാവുന്നതാ. അതാരാന്നോ എന്തോന്നോ ആ വിജയൻ എന്ന പോലീസുകാരനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. മോനെ, അതുവരെ രോഹിത് ജീവിച്ചിരിക്കുമെന്ന സംശയം. അതെന്താ അമ്മേ? രോഹിത് അടിവാര സെറ്റിൽമെന്റ് കോളനി തന്നെ ഉണ്ടെന്ന് വിജയനും അയാളെ പറഞ്ഞു വിട്ടവർക്കും ഉറപ്പുണ്ട്. രാജ്യമ്മയുടെ കുടിയിൽ രോഹിത് ഉണ്ടോന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയവുമുണ്ട്. 1-2 തവണ വിജയൻ കുടി കയറി വരികയും ചെയ്തു. അപ്പോഴത്തെ ഭാഗ്യം കൊണ്ടും ദൈവാധീനം കൊണ്ടും രക്ഷപ്പെട്ടതാ. പക്ഷെ രോഹിത് രാജ്യമ്മയുടെ കുടിയിലുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ചില തെളിവുകൾ ഇപ്പൊ അവരുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിജയൻ അവിടെ കയറി ചെന്ന രോഹിത്തിന്റെ കഥ അയാൾ തീർക്കും. മോനെ, ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല രോഹിത്. അമ്മേ, അവർക്ക് എന്ത് തെളിവ് കിട്ടിയെന്ന് അമ്മ പറയുന്നേ? പറഞ്ഞില്ലേ, അത് ഒരു ബോസ് സാറാണ് രോഹിത്തിനെ കൊല്ലാൻ വിജയനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആ ബോസ് സാറിനെ ഞാനിന്ന് കണ്ടു മോളെ. ശാരദാമ്മ പറയുന്നു രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഞാൻ പറയുന്നു മരിച്ചെന്ന്. ഒരാളുടെ കാര്യത്തിൽ ഇത് രണ്ടും സത്യമാവാൻ ഒരു വഴിയുമില്ല. പക്ഷേ അവന്റെ കാര്യത്തിൽ, രോഹിതിന്റെ കാര്യത്തിൽ ഇത് രണ്ടും സത്യമാവും. ശാരദാമ്മ പറഞ്ഞത് ഇന്നത്തെ മാത്രം സത്യം. ഞാൻ പറഞ്ഞത് നാളത്തെ. ഞാനൊന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും അയാൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. പോലീസല്ലേ, അയാളുടെ സംസാരത്തിൽ അതൊക്കെ ഉണ്ട്. ആ കാര്യം അപ്പോഴേ അയാൾ വിജയനെ വിളിച്ച് പറഞ്ഞിട്ടും ഉണ്ടാവും. വിജയൻ ഒരു വട്ടം കൂടി രാജ്യമ്മയുടെ വീട്ടിലേക്ക് കയറി ചെന്ന്, ഈശ്വര, അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അമ്മ ഇതെന്താ നേരത്തെ പറയാതിരുന്നേ? മോളെ, രോഹിത്തിനെ വിജയൻ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. രാജ്യമ്മയുടെ വീടും അയാൾ പരിശോധിച്ചതാണല്ലോ. ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ചിരുന്നെങ്കിൽ രോഹിത് ഇത്രയും വേഗം സുഖം പ്രാപിക്കില്ലായിരുന്നു. രാജ്യമ്മയുടെ ചികിത്സയില് രോഹിത് പൂർണ്ണമായും സുഖമാകട്ടെ എന്നാ ഞാൻ കരുതിയത്. ഇതിനിടയില് പലവട്ടം ഞാൻ നിങ്ങൾ രണ്ടാളുടെയും ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു.
പക്ഷെ മോളെ അവിടെ പലയിടത്തും സിഗ്നൽ ഇല്ല. പക്ഷെ ഇപ്പോ രോഹിത് മാത്രമല്ല, രാജ്യമ്മയുടെ വീട് മൊത്തം അപകടത്തിലാ. ശാരദമ്മ പേടിക്കണ്ട, ഞാനും വരാം അവിടേക്ക്. അയ്യോ മോനെ, കാത്തു നിൽക്കാൻ ഇനി സമയമില്ല. രോഹിത് മാത്രമല്ലല്ലോ, ശാരിയും കൂടി ഇല്ലേ അവിടെ, അവളും അപകടത്തിലാ. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റുള്ളൂ. ഈശ്വരാ, വിഷ്ണുട്ടാ, ആ പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയോ എന്തോ. അന്വേഷിക്കണ്ടേ രാജ്യമ്മേ? പവിഴത്തിന്റെ അകന്ന ബന്ധത്തിലുള്ളൊരു മാമി ഈ ഊരിലുണ്ട്. ഇടയ്ക്ക് അവൾ അവിടെ സഹായത്തിന് പോവും. കുത്തിച്ചൂടിന്റെ കൂവലാണല്ലോ കേൾക്കുന്നത്. കുത്തിച്ചൂടാനോ? ആ, ചിലയിടത്ത് കാളൻ കോഴിയെന്നും പറയും. കുത്തിച്ചൂടന്റെ കൂവല് കേട്ട പിന്നാലെ ഊരിലൊരു മരണമുണ്ടാകുമെന്നാ വിശ്വാസം. ആൾക്കാരുടെ മരണം അടുക്കുമ്പോ അക്കാര്യം നേരത്തെ അറിയിക്കാൻ കാലൻ പറഞ്ഞുവിടുന്ന പക്ഷിയാണത്രേ കുത്തിച്ചൂടൻ. അത് മരക്കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് കുത്തിച്ചൂട് കുത്തിച്ചൂടെന്ന് കൂവിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാ കുത്തിച്ചൂടൻ എന്ന പേരുണ്ടായത്. ആരുടെ ഉയരിനാണോ കാലം നറുക്കിട്ടിരിക്കുന്നത്? ആ പെണ്ണായിരിക്കും. എന്തായാലും നിങ്ങൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാൻ പോയി നോക്കാം. ശാരദാമ്മ എന്താ പെട്ടെന്ന് വന്നിട്ട്? അത്യാവശ്യം ഉണ്ടായിരുന്നു രാജ്യമ്മേ. അവരെവിടെ? ശാരി രോഹിത്തും? അവരകത്തുണ്ട്. മോളെ, അമ്മ ശങ്കില് തീയും വെച്ച ഇവിടം വരെ ഓടി വന്നത്. എന്താ ശാരദാമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട് രാജ്യമ്മേ. രോഹിത്തിനെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇവനെ അപായപ്പെടുത്താൻ വേണ്ടി ഏത് നിമിഷം അവരിവിടെ എത്തും. ഒരു ചന്ദ്രബോസ് എന്ന CA രോഹിത്തിനെ അപായപ്പെടുത്താൻ കോൺസ്റ്റബിൾ വിജയനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആ ചന്ദ്രബോസിനെ ഞാൻ ഇന്ന് കണ്ടു രാജ്യമ്മേ. വിജയനോ അയാളുടെ ബോസാർ ഏർപ്പെടുത്തിയ ഗുണ്ടകളോ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ എത്താം, രോഹിത്തിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കള ശാരദമ്മ. ഞാൻ കാരണം നിങ്ങൾ കൂടി അപകടത്തിലാവണ്ട. രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവുന്ന? കൊടും കാടിന്റെ നടുവിലാ നമ്മള്. ഇരുട്ട് വീണാ പിന്നെ രക്തദാഹികളായ വന്യജീവികളുടെ വിളയാട്ടമാ ചുറ്റിലും. വിജയനോ ഗുണ്ടകളോ ചെയ്യേണ്ട പണി കാട്ടാനയോ കരിമ്പുലിയോ കരടിയോ ചെയ്യും. അല്ലെങ്കിൽ തന്നെ രക്തലേപന ചികിത്സ കഴിഞ്ഞ ഒരാൾക്ക് ഒന്നിച്ച് 100 അടി തികച്ചു നടക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. ശരീരം ഇളവാ. അധികം ആയാസം കൊടുത്താ ഈ കാടിന് പുറത്ത് കടക്കുന്നതിന് മുമ്പേ രക്തം ഛർദിച്ചാവും ചാവുക. അയ്യോ, വീട്ടിൽ എങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഗുണ്ടകളുടെ കത്തിമുനെ തീരുന്നതിലും ഭേദമാണല്ലോ. മരിക്കാൻ എനിക്ക് ഭയമൊന്നുമില്ല. പക്ഷേ
ആ രാക്ഷസിയുടെ മുഖം മൂടി മറ്റുള്ളവർക്ക് മുന്നിൽ വലിച്ചു കയറാനുള്ള അവസരം നഷ്ടപ്പെടും. സുസ്മിത എന്ന വഞ്ചകി ഇനിയും വിളയാട്ടം തുടരും. ദൈവവും വിധിയൊക്കെ അവൾക്ക് അനുകൂലമായിരിക്കും. ഒരിക്കലും അല്ല മോനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ 3-4 മാസം മോന്റെ ജീവൻ ദൈവം കാത്തു വെക്കില്ലായിരുന്നല്ലോ. ഏത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാലും പരമാവധി ശക്തിയോട് സത്യം വീണ്ടും മറ നീക്കി വെളിയിൽ വരൂ എന്നുള്ളതിന്റെ തെളിവാ മോൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നത്. സുസ്മിത ശിക്ഷിക്കപ്പെടണം മോനെ. കുറ്റം ചെയ്യാൻ തുനിയുന്നവർക്ക് ഒരു മാതൃകയാവണം അവക്ക് കിട്ടുന്ന ശിക്ഷ. അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിന് പിന്നെന്താ അർത്ഥമുള്ളത്? ശാരദാമ്മേ, അതിന് അവസാന ശ്വാസം വരെ പൊരുതണം മോനെ. നീ തനിച്ചല്ല മോനെ, ഞങ്ങൾ എല്ലാരും ഉണ്ട് ഒപ്പം. അസത്യവും അനീതി ഈ ഭൂമിയിൽ പെരുകുമ്പോ ഭൂമിയിൽ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു അവതാരം ഉണ്ടാവുന്ന എന്റെ മനസ്സ് പറയുന്നു മോനെ. ഇനി എന്ത് ചെയ്യണമെന്നാ ശാരദാമ്മേ? വിഷ്ണുമോനായിരിക്കും. ഞാൻ നോക്കട്ടെ. നിക്ക്, ഞാൻ നോക്കാം. ഇനി വരുന്നത് വിജയനോ മറ്റോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. ആരാ? ഞാനാ രാജ്യമേ, വാതിലുറക്ക്. വിഷ്ണുമോനാണെന്ന് തോന്നുന്നു. ആ അതെ. വിഷ്ണു അല്ല, വിജയനാ. എന്താ വിജയ ഈ നേരത്ത്? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമായിരുന്നു. പറ്റില്ല. ഇവരൊക്കെ ആരാ? നടക്കില്ല വിജയ. അടിവാരം സെറ്റിൽമെന്റ് കോളനിയിൽ എന്ത് നടക്കും എന്ത് നടക്കില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വിജയനാ. നിങ്ങളുടെ പ്രസിഡന്റിന്റെ മെഡലും മെഡിക്കൽ ജേണലിന്റെ ആദരവും ഒക്കെ 8 അങ്ങ് ചുരുട്ടി കെട്ടിക്കോണം. വാതിലടയ്ക്കടാ. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി വന്ന് നിങ്ങൾ എന്ത് തോന്നിയ ദിവസം സാറേ കാണിക്കുന്നത്? അയ്യോ, മജിസ്ട്രേറ്റ് ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കിതൊന്നും പുതുമയല്ലല്ലോ ശാരദാമേ. സ്വർണ്ണാഭരണ കേസിലും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിനുമൊക്കെ പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതല്ലേ. പരിചയമുണ്ടായിരിക്കുമല്ലോ പോലീസിന്റെ മട്ടും മാതിരിയൊക്കെ. കണ്ടാൽ എന്തൊരു മാന്യ, ശ്രീകോവിലിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ദേവിയെ പോലെയുണ്ട്. കയ്യിലിരിപ്പ് വേറെയും. പിന്നെ തോന്നിയവാസത്തിന്റെ കാര്യം. ഇവിടെ താമസിക്കുന്നത് പെണ്ണുങ്ങൾ മാത്രമാണോന്ന് ആദ്യം ഞാനൊന്ന് നോക്കട്ടെ, പിന്നെ തീരുമാനിക്കാം തോന്നിയവാസം കാട്ടണോ വേണ്ടേന്ന്.
ദേ ഈ മുറി കിടന്നവനോടെ സാറിനോടല്ലേ പറഞ്ഞത് അയാൾ പോയെന്ന്? നേരാണോ രാച്ചിയമ്മേ? എന്നാ ഈ വിജയനൊരു മാജിക് കാണിച്ചു തരട്ടെ. ഒന്നുമില്ലാത്ത തൊപ്പിക്കുള്ളിൽ നിന്ന് മുയലിനെ എടുക്കുന്ന പോലെ ഇവിടെ നിന്ന് പോയവനെ പൊക്കിയെടുത്ത് കാണിച്ചു തരട്ടെ. ഈശ്വര